നിമിഷ കേൾക്കാമോ? ഹലോ നിമിഷ കേൾക്കാമോ? എന്താണ് സംഭവിച്ചത്? അവിടെ എന്താണ് അവസ്ഥ? 1 മണിയോടെയാണ് ഉണ്ടായത്. ഹലോ, ആശങ്കപ്പെടേണ്ട നിമിഷ, ഹെലികോപ്റ്റർ അവിടെ എത്തുന്നുണ്ട്. തൊട്ടടുത്ത് നമ്മുടെ ഈ രക്ഷാപ്രവർത്തകരുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. മറുഭാഗത്ത് ഇപ്പോൾ ആ ചൂരൽമല പുഴ മുറിച്ചു കടന്ന ആൾക്കാർ എത്തുന്നുണ്ട്. സമാധാനമായി പറഞ്ഞോളൂ. എപ്പോഴായിരുന്നു ഉരുൾപൊട്ടിയത്? ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥയെന്നൊന്ന് പറയൂ. സാറേ, ഞങ്ങള് രാവിലെ 1 മണി ആയപ്പോഴാണ് സംഭവം അറിയണത്. ഞങ്ങളിവിടെ എസ്റ്റേറ്റിന്റെ പാടിയിലാണ് താമസിക്കുന്നത്. സ്കൂൾ റോഡ് പറഞ്ഞ സ്ഥലമൊന്നും ഇല്ല സാറേ, ഒക്കെ പോയി. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരൊന്നും ഒരു വിവരവും ഇല്ല. അവരൊക്കെ ജീവനോടെ ഉണ്ടോന്ന് പോലും അറിയുന്നില്ല സാറേ. ഉണ്ടാവും, തീർച്ചയായിട്ടും നിമിഷ. രക്ഷാപ്രവർത്തനം നടക്കുന്നു. നമ്മൾ കുറച്ചുപേരെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുണ്ട്. തീർച്ചയായും അത് നിമിഷയുടെ ബന്ധുക്കളാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അവിടെയൊക്കെ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ രക്ഷാപ്രവർത്തകർ എത്തും. നിമിഷ, ഒരു കാര്യം കൂടി. നിമിഷയുടെ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? കൂടുതൽ വീടുകൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ടോ? പോയി, വീടുകളും എല്ലാം പോയി. വിഷമിക്കേണ്ട, ആശങ്ക വേണ്ടതില്ല. എല്ലാ സംവിധാനങ്ങളും അവിടേക്ക് എത്തുന്നുണ്ട്. MLA ഉണ്ട്, മന്ത്രിമാർ അവിടേക്ക് എത്തുന്നുണ്ട്, രക്ഷാപ്രവർത്തകർ എത്തുന്നുണ്ട്. ഇപ്പോൾ നിമിഷയുടെ വീട് നിൽക്കുന്ന ആ ഭാഗം സുരക്ഷിതമാണോ? ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. എസ്റ്റേറ്റിന്റെ ഒരു സ്കൂളിലോട്ട് മാറ്റി ഞങ്ങളെ. ഇപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നിമിഷയ്ക്ക്? ഞങ്ങളിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ താമസിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഞങ്ങള് താഴ്ഭാഗത്തേക്കാണ് പുഴ. ഞങ്ങള് വീട് ഇരിക്കുന്നതിന്റെ താഴ്ഭാഗത്തേക്കാണ് പുഴ. ഫുള്ള് വെള്ളമാണ്. വീടുകളൊന്നും മനസ്സിലാവണില്ല സാറേ. ആരെ വീടാ പോയത്, ആരുടെ ഉള്ളത് ഒന്നും അറിയണില്ല. ഫുള്ള് ഒലിച്ചു പോയിരിക്കുന്നു. നിമിഷയുടെ വീട് ഒലിച്ചു പോയില്ലല്ലോ? ഞങ്ങളെ ഹസ്ബൻഡിന്റെ വീട്ടിലത്തെ ആൾക്കാരെ ഒന്നും ഒരു വിവരവും ഇല്ല. അതെ, ഹസ്ബൻഡിന്റെ വീടാണോ ഒലിച്ചു പോയത്? ഹസ്ബൻഡിന്റെ വീട് അവിടെ ആ ഭാഗത്ത് കുറെ വീടുകൾ പോയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആൾക്കാർ ഉണ്ടായിരുന്നോ നിമിഷ? ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും അനിയനും ഭാര്യയും 2 മക്കളും ഉണ്ട്. അതായത് 6 പേര് ആ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ വിളിച്ചിട്ട് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? അതിലിപ്പോ അനിയന്റെ ഭാര്യനെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടു പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊരു വിവരവും ഇല്ല. ആ വീടിന്റെ അവസ്ഥ എന്താണ്? ആ വീട് പൂർണ്ണമായും പോയോ? ഇല്ല, അവിടെ ആ വീടിന്റെ സ്ഥാനം ഇല്ല. അവിടെ ആ വീടിന്റെ സ്ഥാനമേ ഇല്ല. ഇന്നലെ രാത്രി 1:30 കൂടിയാണ് ഇത് ഉണ്ടായതല്ലേ? നിമിഷയൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ മാറിയിരുന്നോ? ഈ ക്യാമ്പിലേക്ക് പോയിരുന്നോ? ഇല്ല സാറേ, ഞങ്ങള് രാവിലെ 5 മണിക്കാണ് ഞങ്ങള് ഇവിടുന്ന് പോകുന്നത്. 5 മണിക്കാണ് പോണത്. ആ സമയത്ത് വലിയ ഇത് വന്ന വെള്ളം വരുന്നുണ്ടായി. ആ സമയത്ത് വലിയ ശബ്ദം കേട്ടിരുന്നോ നിമിഷ? 1 മണി 1:30 കൂടി? ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നു. ആ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഉണർന്നത് തന്നെ. ഓക്കെ, നല്ല മഴയായിരുന്നു. ഓക്കെ, നിമിഷയ്ക്ക് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഈ ഭർത്താവിന്റെ വീടിരുന്ന സ്ഥലത്ത് ആ വീടില്ല. അതിനോട് ചുറ്റുവട്ടും മറ്റു വീടുകൾ ഉണ്ടായിരുന്നോ? കൊറേ വീടുകൾ അവിടെ ഒരു കോളനി പോലെ നിറയെ വീടുകളാണ്. ആ വീടുകൾ അവിടുന്ന് തൊട്ട് മോള് വരെയും വീടാണ്. ഇപ്പൊ അവിടെ ഒന്നും വീടുകളൊന്നും കാണുന്നില്ല സാറേ. ഏകദേശം എത്ര വീട്? അല്ല, വിഷമിക്കേണ്ട നിമിഷ. അവിടെ എല്ലാവരും, എനിക്കൊന്നു നിമിഷയുടെ ഒരു ബന്ധുവിനെ മാനന്തവാടി ആശുപത്രിയിൽ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരും തീർച്ചയായിട്ടും ആശുപത്രിയിൽ തന്നെ ഉണ്ടാവും. രക്ഷാപ്രവർത്തകർ അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. പറയാം, അല്പസമയത്തിനുള്ളിൽ നമ്മൾ ആ വിവരം നിമിഷയ്ക്ക് നൽകാം. ഒരു കാര്യം കൂടി നിമിഷ, അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ടോ ആരെങ്കിലും ആ ഭാഗത്ത്? ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല സാറേ. നമ്മളെ വഴി പാലം കടന്നിട്ട് വേണം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ. മുണ്ടക്കൈ ഭാഗത്തേക്ക് വരണമെങ്കിൽ ഒരു പാലം കടന്നിട്ടാണ് വരിക. ആ പാലം അമ്പലത്തിന്റെ അടുത്താണ് ആ പാലമുള്ളത്. ആ പാലം അമ്പലം എല്ലാം ഒലിച്ചു പോയിരിക്കുക. നിമിഷ, ഇത് കൃത്യമായി നിമിഷയുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരൊന്ന് പറയുമോ? ഇപ്പൊ ഇരിക്കുന്നത് മുണ്ടക്കൈ റാട്ടപ്പാടി പറയും. മുണ്ടക്കൈ ആട്ടപ്പാടി, മുണ്ടക്കൈ അട്ടപ്പാടി, റാട്ടപ്പാടി. മുണ്ടക്കൈ റാട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിരുന്ന വീടുകളാണ് ഇപ്പോൾ ഒലിച്ചു പോയത് അല്ലേ? ഏകദേശം എത്ര വീടുകൾ അങ്ങനെ? റാട്ടപ്പാടിന്റെ അവിടെയല്ല, സ്കൂൾ റോട്ടിലുള്ള വീടുകളാണ് പോയിട്ടുള്ളത്. സ്കൂൾ ഭാഗത്ത് ഏകദേശം എത്ര വീടുകൾ ഉണ്ടാവും നിമിഷ അവിടെ? സാറേ, ഒരുപാട് വീടുകളുണ്ട്. നമ്മള് ഉള്ളോട്ടേക്കൊക്കെ വീടുകളുണ്ട്. നമുക്ക് അറിയില്ല, എനിക്ക് അത്ര 5-10 വീടുകൾ ഉണ്ടാവുമോ?
അതിന് കൂടുതലുണ്ടാവും സാറേ. കുറേ വീടുകൾ പോയി, ഒക്കെ പുഴയോരത്താണ്, പുഴ സൈഡായിട്ട് കുറേ വീടുകളുണ്ട്. അവരൊക്കെയാണ് പോയിട്ടുള്ളത് എന്നാ പറയണ കേട്ടെ. ഓക്കെ നിമിഷ, എന്തായാലും നിമിഷയുടെ ബന്ധുക്കളുടെ വിവരം കൂടി അല്പസമയത്തുള്ള നമ്മൾ എത്തിക്കാം. എനിക്ക് തോന്നുന്നു കുറേ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്, അവിടെ നിന്ന് കുറേ പേരെ മാറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ പെട്ടത് ഒരുപക്ഷെ നിമിഷയുടെ കുടുംബത്തിൽപ്പെട്ടവരാവോ. എന്തായാലും ആശങ്ക വേണ്ടതില്ല, അല്പസമാധാനമായിരിക്കൂ. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് എത്തും. ഇപ്പോൾ നിമിഷം നിൽക്കുന്ന സ്ഥലം സുരക്ഷിതമാണോ? സുരക്ഷിതാണ്, ഇവിടെ സുരക്ഷിതാണ്. സൂക്ഷിച്ചു നിൽക്കൂ അവിടെ. കാരണം മഴ ഇപ്പോൾ പെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും മറുകരയിലേക്ക് എത്തണം, ക്യാമ്പിലേക്ക് ഉടൻ മടങ്ങണം. രക്ഷാപ്രവർത്തകർ എന്തായാലും ഉടൻ എത്തും. താങ്ക് യു നിമിഷ. നിമിഷയാണ് നമുക്കൊപ്പം ചേർന്നത്. നിമിഷയുടെ കുടുംബത്തിൽപ്പെട്ടവർ ഇപ്പോൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നു. ഭർത്താവിന്റെ വീട്ടിൽ ഉൾപ്പെട്ട 6 പേരോളം ഉണ്ട്. രക്ഷാപ്രവർത്തകർ